CM മടവൂരിനോടുള്ള ബഹുമാനം എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? CM മടവൂരിനോടുള്ള ബഹുമാനം അതാ CM-നെ വിളിച്ചുകൊണ്ട് പറയുന്നു, അലത്തില്ലൊളി മിന്നും കതിർ കത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ ആരിഫായ നൂറേ ശൈഖേ, ആസികൾ കാരം നീട്ടി കരുണ കൈരക്കുന്നു സയ്യിദി CM കൂത്തുബോരേ. കേട്ടോ, ആസികൾ പാപികൾ കരം നീട്ടി കരുണക്കായി യാചിക്കുന്നു സയ്യിദി CM കുത്തുബോരേ. CM മടവൂരിനെ ബഹുമാനിക്കുന്ന രൂപ. അഹദിന്റെ അമറെല്ലാം മുറ പോലെ നടത്തിയ അരിമുല്ല മലർ വീശുന്നോരേ, എൻ്റെ അഗമിയം അറിയുന്ന വിടന്ന് തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ ഖാദിറോരേ. എൻ്റെ അഗമിയം അങ്ങ് അവിടുന്ന് അറിയുന്നുണ്ട്, എന്റെ അഗമിയം അങ്ങക്കറിയാം, എന്നെ തുണച്ചിടണം, അങ്ങയോട് കേഴുകയാണ് അബ്ദുൽ ഖാദിറോരേ. ഇനിയോ, കഥനത്താൽ നീറുന്ന എന്റെ കൽബകം യാ സയ്യിദി, കരകയറ്റി തരണമേ യാ സയ്യിദി സനദി, കാമിലർ ശൈഖി എന്റെ ഗൗസി വയാ മദദി, കാരുണരീളയാണ് എന്നും അതാണെൻ കൊതി, കൊതികളതെല്ലാം വീട്ടിടണേ നൂറേ യാ സയ്യിദി, മതിവരുവോളം നൽകിടണം പീരേ. കേട്ടില്ലേ? കഥനത്താൽ നീറുന്നെന്റെ കൽബകം കരകയറ്റിത്തരണമേ സയ്യിദേ. എല്ലാ നിലക്കും അങ്ങയുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്, എനിക്ക് എല്ലാ നിലക്കും സംരക്ഷണം നൽകണം. എന്നിട്ടോ, കൽബകം ഫറഹാക്കി സൂറൂറാലെ കുളിർത്തിടാൻ ഖുതുബുൽ അഖ്താബായ രാജാ എന്നെ ഖുദ്റത്തുടയോൻ തന്റെ രീള കൂട്ടിൽ കെട്ടിപ്പൂട്ടി കാത്തിടാൻ ഇരക്കുന്നു റോജാ. മഹിമപ്പൂവായ ശൈഖുൽ അളീമായ നിധിയെ, മടവൂരിൽ ഉദിച്ചുള്ള ബദ്റാം പൊന്മതിയെ, മാലിക്കുൽ മുൽക്കിൻ ചാരത്തണഞ്ഞുള്ള മണിയെ, മാനവർക്ക് എന്നും രക്ഷ നൽകും അധിപതിയെ, രക്ഷകളേറെ നൽകിടണം നൂറേ, ഞങ്ങൾക്കുള്ള ശിക്ഷയകറ്റി കാത്തിരണം പീരേ. കേട്ടില്ലേ നിങ്ങൾ? ആരോടായി പറയുന്നത്? ഇതാ CM-നോടുള്ള ബഹുമാനം. CM-നെ ബഹുമാനിക്കണല്ലേ? എന്താ ചോദിച്ചത്? രക്ഷ നൽകുന്ന അധിപതിയെ, രക്ഷകളേക്ക് നൽകിടണം നൂറേ, ശിക്ഷയകറ്റി കാത്തിടണേ. ചോദിക്കുന്നത് ആരോട്? CM-നോട്. ഞാൻ കുറച്ച് പാട്ട് പാടുന്നുണ്ട്. എന്തേ കാരണം അറിയോ? പേരോട് മുസ്ലിയാർ കട്ടുപ്പാറൻ്റെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലം. അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൗലവിനെ ഗാനമേളക്ക് നന്നായി പറ്റും. അപ്പം എൻ്റെ നാട്ടുകാർക്കൊരു മോഹം, ഞങ്ങളെ ഗാനമേള കുറച്ചൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. മൂപ്പര് നാട്ടിൽ പോയി കേൾപ്പിക്കും, മൂപ്പരും കേട്ടോട്ടെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അപ്പൊ ഈ കാര്യം നടക്കണം സംഗതി. അപ്പൊ നേരിട്ട് CM മടവൂരിനെ വിളിച്ചിങ്ങനെ പറയാം, പിന്നെ ഗാനമേളക്ക് പറ്റും, മൂപ്പര് എന്തിനാ പറ്റുകയെന്നുള്ള ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ, ഞാൻ ഇനി ഇതാ CM മടവൂരിനെ വിളിച്ചിട്ട് തേടുകയാണ്. കേട്ടോളി, ഈ ഗാനത്തിന്റെ ഓരോന്നിന്റെ ഇടയ്ക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ആ വരികൾ, അപകടകരമായ വരികൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. കേട്ടോളൂ. ബദറൊളിയാൽ ലംഘുന്നേ, പരിമളം വീശിടുന്നേ, ബഹുമമികും ശൈഖോരേ കുത്തുബൊലിയോരേ, CM കരുണ തരും യാ ശൈഖുൽ അഅ്ലമ പീരേ. വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരേ, ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമബുവോരേ. പലമറലും ഉള്ളോരേ, തിരുമൊഴിയാൽ സന്തോഷ പദവികളില്ലാക്കി കൊണ്ടയച്ചൊരു നൂറേ, എൻ്റെ മറലുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. ഷാഫിയായ അള്ളയല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹനെ പരിചയപ്പെടുത്തിയപ്പോ റബ്ബിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലേ? വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ എൻ്റെ റബ്ബ് മാത്രമാണ്. ആ റബ്ബല്ലേ ഷഫീ. രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷഫീ, ഇശ്ഫീനി ശിഫ നൽകണേ, അൻത ഷഫീ
അൻത ശാഫി, നീയല്ലേ ശിഫ നൽകുന്നവൻ. അതേ ഗുണമല്ലേ ഈ കൊടുത്തത്. മറതുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. മറലൊക്കെ നീക്കാൻ വേണ്ടി ശിഫ തരാൻ വേണ്ടി ഇങ്ങനെ പാടുകയാണെങ്കിൽ എത്ര ഉണ്ടെന്നറിയോ? ഉദാഹരണത്തിന് കുറച്ച് പാടിത്തന്നതാണ്. അപ്പൊ മൂപ്പര് പറയണേ, ഇയാൾ പാട്ടും പാടി ആളെ കുപ്പിയിലാക്കുകയാണേ. പാട്ടും പാടി കുപ്പിയിലാക്കി. നിങ്ങൾക്ക് പാട്ട് എഴുതാ, അത് വിൽക്കാം, എന്നാ പിന്നെ ഞങ്ങൾക്ക് അത് പാടുന്നതിന് എന്താ തകരാറ്? നിങ്ങൾക്ക് പാട്ട് എഴുതാമെങ്കിൽ ഞങ്ങൾക്ക് പാടും ചെയ്യാം. ഇതാരെങ്കിലുമൊക്കെ ഒന്ന് പാടണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കല്ലേ ഈ ബഹുമാനം കാണിക്കുന്നത്? ഈ വസ്തുതകളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഗുണങ്ങളല്ലേ മറ്റുള്ളവർക്ക് സങ്കല്പിച്ചു കൊടുക്കുന്നത്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് എന്താണ്? ലാ തുത്റൂനി കമാ തറത്തിൻ നസാറാ. നസാറാക്കൾ മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ അമിതമായി വർണ്ണിച്ച് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ല, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ലേ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? കല്യാണ മജ്‌ലിസിൽ വെച്ച് കുട്ടികൾ ഇതുപോലെ ഒന്ന് പാടിയില്ലേ? അവരെന്താ പാടിയത്? ഇത്ര ഗൗരവത്തിൽ അവർ പറഞ്ഞില്ല. പക്ഷേ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി ഞങ്ങൾക്കുണ്ട് എന്ന് പാടിയപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊച്ചുമക്കളെ വിളിച്ചുകൊണ്ട് അത് പാടരുതേ എന്ന് പറഞ്ഞില്ലേ? എന്തേ കാരണം? വിഷയം ഇതുവരെ പാടിയിരുന്ന വിഷയം മാറും എന്നുള്ളത് കൊണ്ടല്ല. ആ കുട്ടികൾ പാടിയത് ആശയത്തിൽ തെറ്റുണ്ട്, അവരോടത് പറഞ്ഞില്ലേ? അങ്ങനെ നിങ്ങൾ പാടരുത്, നിങ്ങൾ ഇതുവരെ പാടിയത് പാടിക്കോ. ഇതുവരെ എന്താ പാടിയത്? അത് ബദരീങ്ങളെ സംബന്ധിച്ചാണ്. ബദറിൽ പങ്കെടുത്ത ആളുകളുടെ കൃത്യമായ കാര്യങ്ങൾ ആ കുട്ടികൾ ബദ്ഹായി പറയുകയാണ്. അവരിൽ നിന്ന് വഫാത്തായി പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരതാ നുതുബയാണ്, അവര് വിലാപം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കളെ നിങ്ങൾ ബദർമാല ചൊല്ലിക്കോ, എന്നെപ്പറ്റി ഇപ്പൊ പറയണ്ട, വിഷയം മാറ്റല്ലേ എന്ന് പറഞ്ഞതല്ല. അതിന്റെ തഫ്സീറുകളിൽ ശറഹുകളിൽ ഹദീസിൽ നമുക്ക് കാണാമല്ലോ അത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച, എങ്ങനെ വിരോധിച്ച് ഞാൻ നേരത്തെ കേൾപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് വിരോധിച്ചിട്ടുള്ള ആ അമിത പ്രശംസയിൽ അത് പെടും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്, ഞാൻ മുമ്പും ഈ വേദിയിൽ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള ഒരു ബഹുമാനമല്ല ഇവര് കാണിക്കുന്ന ബഹുമാനം. നാം മാതാപിതാക്കളോട് കാണിക്കുന്ന ബഹുമാനമല്ല, അതേപോലെ തന്നെ മൂത്തവരോട് കാണിക്കുന്ന ബഹുമാനമല്ല, ഗുരുക്കന്മാരോട് ഗുരുനാഥന്മാരോട് കാണിക്കുന്ന ബഹുമാനമല്ല കേട്ടോ. ബഹുമാനം എന്ന് ഓമരപ്പേരിട്ടിട്ട് അള്ളാഹിനോട് ചോദിക്കേണ്ട അതേ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിലക്കുള്ള വിശേഷണങ്ങൾ മറ്റുള്ളവർക്കും സങ്കല്പിച്ചുകൊണ്ടല്ലേ അവര് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമ്മതിച്ചു എന്ന് പറയേണ്ട